نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه. ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട്? സുഖാണെന്ന് വിചാരിക്കുന്നു. എടാ അതിൽ വന്ന സാധനം വേറെയാണല്ലോ അല്ലേ അല്ലേ? അപ്പം ഇൻട്രോ പറയാൻ പറഞ്ഞു. ഹായ് ഗൈസ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻട്രോ ഞാൻ പറയുന്നുണ്ട് കേട്ടാ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസ് 4 മാത്സിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് ആണ്. എന്താ ചെയ്യാ, ഒന്ന് വരുമ്പോ ഒന്ന് വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഇത് നടക്കുന്നുണ്ടോ? അത് നടക്കുന്നുണ്ട്. ഇതേ ഇത് പോയോ? ഇത് ഞാൻ കൈകൊണ്ട് നീക്കി തരാം. അതല്ലേ, കൈകൊണ്ട് നീക്കി കാണിച്ചു തരാം. അല്ലാണ്ട് ഇതെന്താ എന്തൊക്കെയോ വർക്ക് ചെയ്യാണ്ടായി പോയടാ. അതെന്താ അത്? ഇവിടെ കുത്തി നോക്കട്ടെ. ഇനി വർക്ക് ചെയ്യാൻ നോക്കട്ടെ. ഇല്ല, സാധനം എന്തോ അടിച്ചു വരുന്നുണ്ട്. എൻ്റെ പെണ്ണിന് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. പെണ്ണാകെ പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ മക്കളെ, പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. രണ്ട് കാര്യങ്ങളൊന്നും പറയാനില്ല, ഓൺലി ഒരു കാര്യം. എന്ത് കാര്യമാണ് പറയാനുള്ളത്? പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്ന ഒരു വീഡിയോ? ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും പോയിട്ട് കാണും ആ വീഡിയോ, ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്ന വീഡിയോ. ആ വീഡിയോയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറേ സംഭവങ്ങൾ ആ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ പോയി കണ്ടിട്ട് ഉഷാറാക്കിയിട്ട് പഠിക്കാം. ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ നേരെ നമ്മൾ പോകുന്നു നമ്മളുടെ ഇമ്പോർട്ടൻ്റ് വേർഡ്സ്. നമുക്കറിയാം, നമുക്ക് പാഠത്തിൽ കുറച്ച്, അതായത് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന സംഭവത്തിൽ പിന്നെ ഒരുപാട് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഒരുപാട് സാധനങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇല്ലേ? ഒരുപാട് സാധനങ്ങളുണ്ട്. അതിൽ ഈ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും ഇല്ലേ? പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഫുൾ മാർക്ക് കിട്ടും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ മുഴുവൻ പഠിക്കണമെന്നില്ല, അല്ലെങ്കിൽ പഠിക്കണം, ഞാൻ പറഞ്ഞിട്ടുണ്ട് പഠിക്കല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നല്ല. സാറ് പറഞ്ഞിട്ടുണ്ട്, ആ യൂട്യൂബിലുള്ള ചങ്ങായില്ലേ, ഓൻ പറഞ്ഞിട്ടുണ്ട് ഫുള്ള് പഠിക്കണ്ട, അങ്ങനെയല്ല. റെഡി? അപ്പോൾ തുല്യ ഗ്രൂപ്പുകൾ എന്ന് പറയുന്ന ഒരു പാഠം അല്ലേ? അതിൽ നമുക്ക് നോക്കൂ, ഈ യൂണിറ്റ് പ്രധാനമായിട്ടും ഹരണം എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു വലിയ സംഖ്യയെ തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്നത് എങ്ങനെയെന്നും അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നത് അല്ലേ? ഹരണം, ഹരിക്കാൻ നിർബന്ധം. കാൽക്കുലേറ്റർ ഉണ്ടാവോ? ഇല്ല, നമ്മൾ തന്നെ ഹരിക്കണം, വേറെ ആരും ഹരിക്കില്ല. റെഡി? അപ്പോൾ അല്ലേ, യൂണിറ്റ് is primarily focused on the concept of division. It explains how to divide a larger quantity into equal and apply this concept to real life situations. പറഞ്ഞ സാധനം തന്നെ അല്ലേ? അപ്പൊ ഇതിൽ തുല്യമായി വിഭജിക്കലുണ്ട്. സോപ്പ് ബാറുകൾ, മിഠായികൾ, ഓറഞ്ച് എന്നിവ തുല്യമായി ബോക്സുകൾ, അതായത് 56 എണ്ണത്തിന് 4 ബോക്സിൽ തുല്യമായി വീതിച്ചാൽ എത്രയാണ്? 100 എണ്ണത്തിന് 5 ബോക്സുകളിൽ തുല്യമായി വീതിച്ചാൽ എത്രയാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാ വരിക. കണ്ടിട്ടില്ലേ നിങ്ങൾ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും ഇല്ലേ? അപ്പൊ അതാണ് സംഭവം. അടുത്തത് ഹരണവും ഗുണനവും ഒക്കെ ഉണ്ട്. ഹരണം എന്നത് ഗുണനത്തിന്റെ വിപരീതമാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. ഉദാഹരണത്തിന് 6 × 8 48 ആണെങ്കിൽ 48 ഹരിക്കണം 6 8 ആയിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അത് പഠിച്ചു വെച്ചോ. ഇത് ഇതേപോലെ ഒന്നും വരിക. ചിലപ്പോൾ 56 × 8, അപ്പോൾ 6 × 8 എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. മനസ്സിലാക്കുക? സോറി, 6 ഹരിക്കണം 8 എന്ന് പറയുന്നത് സെയിം ആയിരിക്കും അല്ലെ? നോക്കൂ, ഇവിടെ 6 × 8 48 ആണെങ്കിൽ 48 ഹരിക്കണം 6 8 ആയിരിക്കും അല്ലേ? തന്നെ മനസ്സിലായോ? അതായത് ഇതേപോലെയുള്ള മറ്റുള്ള സംഭവം വരും. നോക്കൂ, 6 × 8 48 ആണെങ്കിൽ 48 ഹരിക്കണം 6 എന്ന് പറയുന്നത് 8 ആയിരിക്കും. ഇങ്ങനെയുള്ള സംഭവങ്ങൾ. ഓക്കെ, അതായത് ഹരണം എന്നത് ഗുണനത്തിന്റെ വിപരീതമാണ്. ഓക്കെ, ആ സാധനം മനസ്സിൽ വെക്കുക. ഹരണം എന്നത് ഗുണനത്തിന്റെ വിപരീതമാണ്. എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തത്. ഇതേപോലുള്ള ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അടുത്തത്, എന്നാലും ഇത് വർക്ക് ചെയ്യാണ്ട് ഇപ്പോഴല്ലോ. അടുത്തത്, വിവിധ രീതിയിലുള്ള ഈ സാധനം വർക്ക് ചെയ്യുന്നത്. ഇത് പിന്നെ പിടിച്ചെടുക്കേണ്ടത് ഇത് ഇവിടെ അങ്ങ് വെക്കാം. ഇത് ഇവിടെ വീണ്ടും വെറുതെ സ്റ്റൈലാക്കിയിട്ട് ഇനി അത് വീണ് പോയിട്ട് ഇനി ആവില്ല. അതിന് 10,000 റുപ്യേൻ്റെ അടുത്ത് അങ്ങനെ അതിനുണ്ട് പെണ്ണിന്. വെറുതെ വീണ് പോയിട്ട് കഴിയൂല. വിവിധ രീതിയിലുള്ള ഹരണം, ഡിഫറെന്റ് വേസ് ടു ഡിവൈഡ്. ഒരു വലിയ സംഖ്യയെ നേരിട്ട് ഹരിക്കാതെ ചെറിയ ഭാഗങ്ങളായി തിരിച്ച് ഹരിക്കുന്നത് എങ്ങനെയാണെന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. വലിയ സംഖ്യ, അതായത് 96 ഹരിക്കണം 8, അതിന് 80 ഹരിക്കണം 8 പ്ലസ് 16 ഹരിക്കണം 8, ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ടെക്നിക്സ് ഓഫ് ഡിവിഷൻ ആണ്. അതിന് ഇംഗ്ലീഷൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷൊക്കെ അത് വായിച്ചു നോക്കുക കേട്ടോ. PDF കിട്ടാൻ വേണ്ടിയിട്ട് താഴത്തോട്ട് സാധനം പോകുന്നുണ്ട്, ആ സാധനം ചെയ്താൽ മതി. അടുത്തത്,
മെന്റൽ മാത്സ് ആണ്, മാനസിക കണക്കുകളാണ്. പെട്ടെന്ന് കണക്ക് കൂട്ടാൻ സഹായിക്കുന്ന ലളിതമായ ഹരണ രീതികൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. മെന്റൽ മാത്സ് ആ ഒരു സംഭവമാണ്. ഈ പാഠത്തെ കൂടെ ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലെ കണക്കുകൾ, ബില്ലുകൾ തയ്യാറാക്കുക, പഴങ്ങൾ അടുക്കി വെക്കുക, അരി വിതരണം ചെയ്യുക തുടങ്ങിയ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സംഭവം പ്രായോഗിക പ്രവർത്തനങ്ങളുടെ ഹരണം പഠിപ്പിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു കാര്യത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയുന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. പിന്നെ അടുത്ത ആ ഒരു പാഠത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഭാരം അല്ലെ, ഭാരത്തിന്റെ വിവിധ അളവുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് 1 ടണ്ണ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്, കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്ര കിലോ ആണ്, ഈ സംഭവം നമുക്ക് അറിയണം ഇല്ലേ. അതാണ് ഇത് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ഒരു 100 കിലോ എന്ന് പറഞ്ഞാൽ 1 കിൻഡലാണ്, 1000 കിലോ എന്ന് പറഞ്ഞാൽ 1 ടണ്ണാണ്, 10 കിൻഡൽ എന്ന് പറഞ്ഞാൽ 1 ടണ്ണാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പാഠത്തിൽ കൂടെ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത് ഇല്ലേ. ഇവിടെ നോക്കൂ, അടിസ്ഥാന യൂണിറ്റുകൾ ഗ്രാമും കിലോഗ്രാമും തമ്മിലുള്ള ബന്ധം പഠിപ്പിക്കുന്നു. 100 ഗ്രാം എന്നാൽ 1 കിലോഗ്രാം ആണ്. 1000 ഗ്രാം എന്ന് പറഞ്ഞാൽ തലമുട്ടൊക്കെ അടിക്കണം അല്ലെ എന്നെ. 1000 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ആണ്. വലിയ അളവുകൾ, വലിയ ഭാരങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന കിൻഡൽ, ടൺ എന്നിവയെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. 100 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1 കിൻഡലാണ്, 1000 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1 ടണ്ണാണ്, 10 കിൻഡൽ എന്ന് പറഞ്ഞാൽ 1 ടണ്ണാണ് അല്ലെ. പിന്നെ തൂക്കം തിരിക്കലാണ്. പകുതി കിലോഗ്രാം 500, 1/4 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 250, 3/4 എന്ന് പറഞ്ഞാൽ 250 എന്നൊക്കെ നമുക്ക് അറിയണം അല്ലെ. പിന്നെ ഡിജിറ്റൽ വേവിംഗ് മെഷീൻ ഉണ്ട്. മെഷീനിൽ പറഞ്ഞതാ 13.070 എന്ന് പറഞ്ഞാൽ എത്ര കിലോയും എത്ര ഗ്രാമുമാണ് എന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിക്കും, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. പിന്നെ പ്രായോഗിക കണക്കുകൾ, വിവിധ സാധനങ്ങൾ ആകെ തൂക്കം കാണുക, കിൻഡലിൽ നിന്ന് കിലോഗ്രാമിലേക്ക് മാറ്റുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ആനുവൽ എക്സാം എന്ന് പറഞ്ഞ ആ വീഡിയോയില്ലേ, പോയിട്ട് നോക്ക്. അടുത്തത് ഇതിന്റെ ഇംഗ്ലീഷ് അല്ലേ, ഇംഗ്ലീഷ്. അടുത്തത് യൂണിറ്റ് 11-ലാണെങ്കിൽ ചിത്രങ്ങൾ വെച്ചിട്ട് ഇതൊന്ന് ചോദ്യങ്ങൾ വരുമോ സാറേ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ചോദ്യങ്ങൾ വരാം. ഞാൻ പറയാണ്ടെന്നിട്ട് അത് വന്നിട്ടുണ്ടെങ്കിൽ ആവില്ല. ഇതിൽ നമ്മൾ ചിത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. അതായത് ഒരു ചിത്രത്തിന് 5, ഒരു സ്മൈലി 5 ആണെങ്കിൽ ഈ 10 സ്മൈലി എത്രയാണ്, അത് ഗുണിച്ചിട്ട് ഇത് അത്ര തന്നെ, വേറൊന്നുമില്ല. ചിത്രങ്ങൾ രേഖപ്പെടുത്തുന്ന രീതി. ഇതിൽ ഒരു ചിത്രം ഒന്നിലധികം എണ്ണത്തെ സൂചിപ്പിക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ ചോദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സ്മൈലി തന്നിട്ട് ആ സ്മൈലി 5 കുട്ടികൾ എന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ 10 കുട്ടികളെ അല്ലെങ്കിൽ 100 കുട്ടികളെ സൂചിപ്പിക്കാൻ എത്ര സ്മൈലി ഇടണം എന്നൊക്കെ ചോദ്യം വരും. അങ്ങനൊക്കെ ചോദ്യം ചോദിക്കൂ, അങ്ങനത്തെ ചങ്ങായിമാരാണേ. ഓക്കെ, റെഡി. ഉദാഹരണത്തിന് ഒരു തലയുടെ ചിത്രം 5 കുട്ടികളെ സൂചിപ്പിക്കുന്നു. പിന്നെ ടാലി മാർക്കുകളാണ്. എണ്ണം രേഖപ്പെടുത്താൻ വരകൾ ഉപയോഗിക്കുന്ന രീതിയാണ്. 4 കുത്തനെയുള്ള വരകളും അതിന് കുറുകെയുള്ള ഒരു വരയിട്ടാൽ 5 എന്ന സംഖ്യയെ സൂചിപ്പിക്കുന്നു കേട്ടോ. റെഡി. അടുത്തത് ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണല്ലോ അല്ലെ. പിന്നെ പട്ടിക തയ്യാറാക്കലാണ്, മേക്കിംഗ് ടേബിൾസ് ആണ്. ലഭിച്ച വിവരങ്ങൾ കൃത്യമായി തരംതിരിച്ച് പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഈ പാഠം പഠിപ്പിക്കുന്നു. വിവരശേഖരണമാണെങ്കിലോ ചുറ്റുമുള്ള കാര്യങ്ങൾ, കുട്ടികൾ സ്കൂളിൽ വരുന്ന രീതി, കൃഷിത്തോട്ടത്തിലെ മൃഗങ്ങളും നിരീക്ഷിച്ച് അവയുടെ എണ്ണം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ രേഖപ്പെടുത്താൻ വേണ്ടി പഠിപ്പിക്കുന്നു. പിന്നെ പട്ടിക തയ്യാറാക്കലാണ്. ലഭിച്ച വിവരങ്ങൾ കൃത്യമായി തരംതിരിച്ച് പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഈ പാഠം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ വിവരശേഖരണമാണ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയല്ലേ ഇത്, 2 പ്രാവശ്യം വന്നതാ. എന്താ ചെയ്യാം, ഒന്ന് തരും പേടി. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ പാഠത്തിൽ പ്രധാനമായിട്ട് പറഞ്ഞ ടാലി മാർക്ക്, അതേപോലെ ഒരു സ്മൈലി എന്നാൽ അതിന് 5 ആക്കി കാണാം. അപ്പോൾ 10 ആളെ കാണിക്കണമെങ്കിൽ എത്ര സ്മൈലി ഇടണം, 2 സ്മൈലി ഇടണം. ഒരു സ്മൈലി 5 ആളെ കാണിക്കുമെങ്കിൽ 10 ആളെ കാണിക്കാൻ 2 സ്മൈലി അല്ലേ ഇടേണ്ടത് അല്ലേ. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. ഈ വെയിറ്റിന്റെ സംഭവങ്ങൾ, പിന്നെ പറഞ്ഞ ഹരണവും ഗുണനവും ഒക്കെ സംഭവങ്ങൾ, ഇതൊക്കെയായി ബന്ധപ്പെട്ടുള്ള മിക്സ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. മാത്സ് എന്തോ വലിയ ഉണ്ടായാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു വേണ്ട. ഇത്രയും സിമ്പിൾ ആയിട്ടൊരു സാധനമില്ല. മലയാളവും ഇംഗ്ലീഷും അറബി അങ്ങനത്തെ എല്ലാ വിഷയങ്ങളും നമ്മൾ എടുത്തു നോക്കും. എല്ലാ വിഷയം EVS ഒക്കെ ആണെങ്കിൽ എത്രങ്ങാനും എഴുതണം. മാത്സിൽ 2 കണക്ക് കൂട്ടിയിട്ട് എഴുതിയാൽ ഫുൾ മാർക്കാ. തെറ്റിയാലോ ഫുള്ള് പൊട്ടി, തീർന്നു, തോറ്റ്. എല്ലാവരും ചെയ്യിക്കൂടാ. അടുത്തുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാൻ വേണ്ടി മറന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറന്നത്, എൻ്റെ പെണ്ണ് ശരിയാക്കണം. അടുത്തുള്ളൊരു വീഡിയോ കാണാൻ പ്രിയപ്പെട്ട മക്കൾക്ക് ബൈ ബൈ ടാറ്റ.